തലയിൽ അട്ടഹാസത്തോടുകൂടി രാജാവാണെന്ന് പറഞ്ഞുകൊണ്ട് മുൾമുടി വെച്ചു അവന്റെ തലയിൽ രക്തം ചീറ്റുകയാണ്. അതേ രീതിയിൽ കുരിശെടുത്ത് കുഴിയിലേക്ക് ഇട്ടുകൊണ്ട് അവനോട് ചോദിച്ചു, നീ രാജാവാകുന്നു എങ്കിൽ നീ പുറത്തേക്ക് വരിക, നീ ദൈവമാണെങ്കിൽ ഈ കുരിശിൽ നിന്നും നീ പുറത്തേക്ക് വരണം. ചോദ്യം ശരിയാണ്, തെറ്റല്ല. കാരണം അവർക്ക് അതിലുള്ള ജ്ഞാനമേ ഉണ്ടായിരുന്നുള്ളൂ, തെറ്റല്ലാതെ പറയുന്നില്ല. കാരണം ദൈവം ക്ഷമിക്കപ്പെടുന്ന ഒരു ദൈവമാണ്. അവസാനം അവൻ ഉത്തരം പറഞ്ഞു. മരിക്കുന്നതിന് മുമ്പ് ആ കിടക്കുന്ന ജനങ്ങളെ നോക്കി എന്താ പറഞ്ഞത്? ഇവർ ചെയ്യുന്നത് എന്ത് എന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേ. ഒരു ക്രിസ്തീയ വിശ്വാസത്തിന്റെ, ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിന്റെ മൂലക്കല്ല് എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ക്ഷമിക്കുക, അടിക്കാൻ വരുന്നവരോട് ക്ഷമിക്കുക, അനാവശ്യം പറയുന്നവരോട് ക്ഷമിക്കുക, കൊല്ലാൻ വരുന്നവരോട് കഴുത്ത് കാണിച്ചു കൊടുക്കുക. എന്താണ് വിശ്വാസത്തിന്റെ പേരിൽ ആരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ അവരെല്ലാം രക്തസാക്ഷികളായി മാറിയിട്ടുണ്ട്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ എംബ്ലം സിംബൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ചെറുതാകാൻ എത്ര കണ്ടു വളരണമെന്ന ഒരു ചോദ്യമുണ്ട് ഒരു കവിതയില്. അതുപോലെ ഒരു മനുഷ്യൻ ഇത്ര കണ്ട് ചെറുതാകാൻ കാണിച്ചു കൊടുക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രൂപമാണ് കുരിശു രൂപം. അത്രയധികം അവൻ ചെറുതായി. അങ്ങനെ ചെറുതാകലാണ് ക്രിസ്തീയ വിശ്വാസത്തിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്നത്. പ്രിയമുള്ളവരെ,